മറ്റ് വാർത്തകളിലേക്ക് വന്നാൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേരളം ചർച്ച ചെയ്ത മറ്റൊരെണ്ണം നിലമ്പൂരിൽ വോട്ടെടുപ്പ് നടക്കുമ്പോഴും രാഷ്ട്രീയ കേരള കൂടുതൽ ചർച്ച ചെയ്ത ഒരു വാർത്ത അത് ഈ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ച് രാജ്ഭവനിലെ പരിപാടി മന്ത്രി വി ശിവൻകുട്ടി ബഹിഷ്കരിച്ചതുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടിക്കിടയിലായിരുന്നു ആ നാടകീയ സംഭവമൊക്കെ അരങ്ങേറിയത്. മുൻപ് നൽകിയ പ്രോഗ്രാം ഷെഡ്യൂളിന് വിരുദ്ധമാണ് നടന്നത് എന്നായിരുന്നു ശിവൻകുട്ടിയുടെ ആരോപണം. ബഹുമാനപ്പെട്ട ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ള കാര്യം, ഇവിടെ നടക്കുന്നത് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഗവർണറുടെയും ഔദ്യോഗിക ചടങ്ങ് രാജ്ഭവനിലാണ് നടക്കുന്നത്. രാജ്ഭവൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും സംഘടനയുടെ ഒരു ആസ്ഥാനമാക്കാൻ വേണ്ടി കഴിയില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല, ഒരു പടം, ഒരു ചിത്രം ഇവിടെ കാണുന്നുണ്ട്. മഹാത്മാഗാന്ധിയുടെ ചിത്രമോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമോ ആണ് വച്ചിരുന്നെങ്കിൽ എനിക്കത് മനസ്സിലാവുമായിരുന്നു. ഇത് അതിന് ഘടകവിരുദ്ധമായി ഒരു ചിത്രം വച്ചിരിക്കുന്നു. എന്തിൻ്റെ ചിത്രമാണ്, ആരുടെ ചിത്രമാണ്, എന്തിനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നു, ഇന്ത്യ എൻ്റെ രാജ്യമാണ്. ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ നട്ടൽ. മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിന് മുകളിലല്ല എന്ന് ഞാനിവിടെ കൂട്ടിച്ചേർത്ത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട ഗവർണർ ക്ഷമിക്കണം, എനിക്ക് പല കാരണങ്ങൾ കൊണ്ടും തുറന്നുള്ള ചടങ്ങിലൂടെ ഇരിക്കാൻ വേണ്ടി എനിക്ക് കഴിയില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഇന്ന് വാക്കൗട്ട് നടത്താൻ പോവുകയാണ്. ഗവർണർക്ക് അഹങ്കാരമെന്ന് ശിവൻകുട്ടി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഭരണഘടനയ്ക്ക് ബാഹ്യമായ സങ്കല്പങ്ങളെ അംഗീകരിക്കില്ലെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇത് ശക്തമായ രാഷ്ട്രീയ നിലപാടാണ്. ഒരു കാരണവശാലും ഞങ്ങളിത് അംഗീകരിക്കുന്ന പ്രശ്നമല്ല. നിങ്ങൾ മഹാത്മാഗാന്ധിയുടെയോ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പടം വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ ശക്തിയായി പ്രതിഷേധിക്കുന്നു. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. ഭരണഘടനയാണ് നമ്മുടെ എല്ലാം നട്ടിലെന്ന് പറയുന്നത്. മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിന് മുകളിലല്ല. അത് നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങയുടെ ഈ രാഷ്ട്രീയ നിലപാടിലും നടപടിയിലും പ്രതിഷേധിച്ച് ഈ സമ്മേളനത്തിൽ നിന്ന് വാക്കൗട്ട് നടത്തി പോവുകയാണ് എന്ന് പറഞ്ഞിറങ്ങി പോകുന്നു. ഇതിന് പിന്നാലെ മന്ത്രി വി ശിവൻകുട്ടിയെ രൂക്ഷമായി വിമർശിക്കുന്ന വാർത്താക്കുറിപ്പ് രാജ്ഭവൻ പുറത്തിറക്കി. ഗവർണറുടെ ചടങ്ങിൽ നിന്നും ഇറങ്ങിപ്പോയത് കടുത്ത പ്രോട്ടോകോൾ ലംഘനമാണ്. ഇറങ്ങിപ്പോക്ക് ഗവർണറെ അപമാനിക്കുന്നതിന് തുല്യമാണ്. രാജ്ഭവനെ കടുത്ത ആശങ്കയെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. എന്നാൽ പ്രോട്ടോകോൾ ലംഘനമെന്ന വിമർശനം തള്ളി മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്ത് വന്നു. ഭരണഘടനാ ലംഘനവും പ്രോട്ടോകോൾ ലംഘനവും നടത്തിയിട്ടില്ല. ഭാരതാംബ ചിത്രം RSS ശാഖയിൽ വച്ചാൽ മതിയെന്നും ഗവർണർക്ക് മന്ത്രി മറുപടി നൽകി. ഒരു ഭരണഘടന ലംഘനവും ഞാൻ നടത്തിയിട്ടില്ല. ഒരു പ്രോട്ടോകോൾ ലംഘനവും ഞാൻ നടത്തിയിട്ടില്ല. കാവിക്കൊടിയും പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഭാരതമെന്ന് ആര് പറഞ്ഞു? VS അനുവിന്റെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അനു, ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാർ പോരിന് ശേഷം മറ്റൊരു പുതിയ എപ്പിസോഡ് തുടങ്ങുകയാണോ? തീർച്ചയായും ചെയ്തു. അങ്ങനെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം അതിരൂക്ഷമായ വിമർശനങ്ങൾ മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ രാജ്ഭവൻ ഉന്നയിക്കുന്നു. ശിവൻകുട്ടിയാകട്ടെ അസാധാരണമാം വിധം രാജ്ഭവനിൽ നടന്ന പരിപാടിയിൽ വാക്കൗട്ട് നടത്തി പുറത്തേക്ക് വരുന്നു. രൂക്ഷമായ ഭാഷയിൽ ഗവർണറെ വിമർശിക്കുന്നു. അങ്ങനെ ഭാരതാംബ വിഷയം നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ ആ ഒരു വിവാദം മറ്റൊരു തരത്തിലേക്ക് നീങ്ങുകയാണ്. കടുത്ത നിലപാടുകളിലേക്ക് സർക്കാരും രാജ്ഭവനും കടക്കുന്നു. ഇനിയും രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള നീക്കം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പക്ഷേ അതിനുള്ള സാധ്യത ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായിരുന്നാലും ഇന്ന് നടന്ന സംഭവ വികാസങ്ങളിൽ ഈ പരിസ്ഥിതി ദിനത്തിൽ പി പ്രസാദ് പരിപാടി തന്നെ റദ്ദാക്കിയെങ്കിൽ ഇന്ന് ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഭാരതാംബയുടെ ചിത്രം വെച്ച പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് തന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട്
മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങി വരികയാണ് ചെയ്തത്. ശിവൻകുട്ടിയുടെ നടപടി അസാധാരണവും അതുകൂടാതെ തന്നെ ഗവർണറെയും രാജ്ഭവനെയും ഗവർണറുടെ ഓഫീസിനെയും അധിക്ഷേപിക്കുന്നതും അവഹേളിക്കുന്നതുമാണെന്ന കടുത്ത വിമർശനമാണ് രാജ്ഭവൻ വാർത്താക്കുറിപ്പിലൂടെ മുന്നോട്ട് വെച്ചത്. അതേസമയം അതാണ് വി എസ് അനു. കാരണം ഇപ്പോൾ പി പ്രസാദ് ആ പരിപാടി ബഹിഷ്കരിച്ചു പോയി. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനുള്ള ഒരു മറുപടി നൽകുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇക്കുറി ഈ വി ശിവൻകുട്ടിയുടെ കേസിലേക്ക് വരുമ്പോൾ ഇവിടെ ഇപ്പോൾ രാജ്ഭവൻ ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. അതും രാജ്ഭവനെ അവഹേളിച്ചു, പ്രോട്ടോകോൾ ലംഘനം തുടങ്ങിയ ഭരണഘടനാ ലംഘനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ പരാമർശിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്കും ഇതിന് ഔദ്യോഗികമായി തന്നെ ഒരു മറുപടി കൊടുക്കേണ്ടി വരില്ലേ? നിലവിൽ ഏതെങ്കിലും തരത്തിൽ രാജ്ഭവൻ ഇക്കാര്യത്തിൽ സർക്കാരിനോടോ അല്ലെങ്കിൽ വി ശിവൻകുട്ടിയോട് തന്നെയോ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം ചോദിച്ചാൽ ആ തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കും. നമുക്കറിയാം, നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ മന്ത്രി കെ എൻ ബാലഗോപാലിനെതിരെ ഒരു വിശദീകരണം തേടിയിരുന്നു. അദ്ദേഹത്തിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ള ഗവർണറുടെ പരാമർശം വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അത് നിയമ നടപടികളിലേക്ക് കടക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ രാജ്ഭവൻ അത്തരം നടപടികളിലേക്കോ നീക്കങ്ങളിലേക്കോ പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ച, ഒരു നിയമ പോരാട്ടം തന്നെ ഉണ്ടാകും. പ്രത്യേകിച്ച് നമുക്കറിയാം, കേരളത്തിൽ മാത്രമല്ല, അത് തമിഴ്നാട്ടിലും ബംഗാളിലുമൊക്കെ ഗവർണർമാരുമായി അവിടുത്തെ സർക്കാരുകൾ വലിയ രീതിയിലുള്ള എതിർപ്പുകളുണ്ട്, നിയമപോരാട്ടങ്ങളുണ്ട്. തമിഴ്നാടിന്റെ ഹർജിയിൽ സുപ്രീം കോടതി തന്നെ ഗവർണർമാർ വിമർശിച്ചുകൊണ്ടും ഈ ബില്ലുകൾ തടഞ്ഞു വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വിധിയൊക്കെ വന്നതാണ്. ആ ഘട്ടത്തിൽ ഇന്ത്യയിലെ ഒരു ഗവർണർ അത് ആദ്യമായി പ്രതികരിച്ചത് RV അർലേക്കറാണ്. സുപ്രീം കോടതി വിധി തെറ്റായി പോയി അല്ലെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ട് നടത്തിയ ഒരു നടപടി. ഏതായിരുന്നാലും ഈ വിഷയത്തിൽ, ഭാരതാംബ വിഷയത്തിൽ സർക്കാരും ഗവർണറും നേർക്കുനേർ ഒരു പോരാട്ടത്തിന് ഒരുങ്ങുന്നു. അതേസമയം ഈ രാജ്ഭവന്റെ വിശദീകരണം ഇത് രാജ്ഭവൻ സംഘടിപ്പിച്ച പരിപാടിയാണ്. ആ പരിപാടിയിൽ ഏതൊക്കെ വെക്കണം, എന്തൊക്കെയുള്ളത് രാജ്ഭവന്റെ വിശേഷാധികാരമാണ് എന്നുള്ളൊരു വിശദീകരണമാണ് രാജ്ഭവൻ നൽകുന്നത്. ഓക്കെ, ശരി, വ്യക്തമാണ്. വി എസ് അനുവാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ഒരു പുതിയ എപ്പിസോഡ് കൂടി തുറക്കുകയാണ് ഗവർണർ സർക്കാർ പോരുമായി ബന്ധപ്പെട്ട്.